പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാത്സ് എക്സാമിനെ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞിട്ടും ഇതിന്റെ പാർട്ട് വീഡിയോസ് വരും. അപ്പൊ ഇന്ന് നമുക്കൊരു 6 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ റൈറ്റ് ഇൻ ദി ഡെസിമൽ ഫോംസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്കിവിടെ നോക്കുമ്പോൾ 3 ആണ്. 3ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട് 3 ആണ് ആദ്യമുള്ളത്. 3 ആദ്യം എടുത്തെഴുതി. പിന്നെ വരുന്നത് 5/100 ആണല്ലോ. 5/100 എങ്ങനെയാ മാറ്റുക? അതിവിടെ ഞാൻ താഴെ എഴുതുന്നുണ്ട്. 5/100 എന്ന് എടുത്ത് എഴുതി ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താ ചെയ്യാറ്? 5 ആദ്യം എഴുതും അല്ലെ? ആണല്ലോ, ആണ്. ഇവിടെ എത്ര പ്ലേസ് മാറ്റിയിട്ടുണ്ട്? എത്ര സീറോസ് ഉണ്ട്? എത്ര പ്ലേസ് മാറ്റണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുകയാണ് ചെയ്യാറ് അല്ലെ? എത്ര സീറോസ് ഉണ്ട്? 2 എണ്ണം അല്ലെ? അപ്പൊ 2 പ്ലേസ് മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് കൊടുക്കാൻ? ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ. അപ്പൊ ഇവിടെ നോക്കുമ്പോ 2 പ്ലേസ് മാറ്റാനൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ഇട്ട് കൊടുത്തു? ഒരു 0 കൊടുത്തു. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ 1, 2 അങ്ങനെ 2 പ്ലേസ് മാറ്റാനുണ്ട്. 1, 2 ടിക്കറ്റത് ആ പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് കൊടുക്കണം? ഒരു പോയിന്റ് കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 0 കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.05. ഇവിടെ 3 ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 3 5/100 എന്നാണ്. ഓക്കെ, 3 5/100 എന്നല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 3 അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് എന്ത് കൊടുക്കും? പോയിന്റ് ഇടും. 2 പ്ലേസ് മാറ്റാൻ പറയാനുണ്ട്. അപ്പൊ 2 പ്ലേസ് മാറ്റാൻ എന്താ ഇല്ല? മുകളിൽ ആളില്ല ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മള് ഒരു 5 ഒരു 0 കൂടി ആഡ് ചെയ്തിട്ട് പോയിന്റ് കൊടുക്കും. അപ്പൊ ആൻസർ 3.05. നമുക്ക് അറിയുന്ന കാര്യമാണ്, എളുപ്പം. അറിയുന്ന കുട്ടികൾക്ക് ഈസി ആയിരിക്കും, അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് 138 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ് എന്നാണ്. ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഒരു 3യോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് 138 നേരെ എടുത്ത് എഴുതാം. എന്നിട്ട് എത്ര പ്ലേസ് മാറ്റണം എന്നുള്ളത് നമ്മൾ താഴേക്ക് നോക്കുക. 3 0 ആണുള്ളത്. അപ്പൊ 3 പ്ലേസ് മാറ്റണം. 1, 2, 3. എന്നിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും? പോയിന്റ് കൊടുക്കും, ഡെസിമൽ പോയിന്റ്. എന്നിട്ട് ഒരു 0 കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 0.138 മീറ്റർ. ഓക്കെ, ഇനി അവർ പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള കുറച്ച് മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. ആ മെഷർമെന്റ്സിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളൊക്കെ വെച്ചിട്ടായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുക. ഇവിടെ നമുക്കൊരു ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു മാത്രം. ടേബിളൊക്കെ തന്നിട്ട് അതിലാദ്യം ലീസ്റ്റ് 1 ഏതാ, ഹയസ്റ്റ് 1 ഏതാ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഡിഫറൻസ് കാണാം. ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലീസ്റ്റ് 1 ആൻഡ് ഹയസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ ഇത് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാതിരിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. എന്തെങ്ങനെ ചോദിക്കാതിരുന്നതൊന്നും ചോദിക്കണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ചോദിച്ചെങ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല കാര്യം എന്നേ പറയണ്ടു കേട്ടോ. അപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും കിട്ടും കേട്ടോ. അപ്പൊ അത്ര ഈസി ആയിട്ടുള്ളതല്ലേ, എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് അധികം സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം, ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ? കുറെ നമ്പേഴ്സ് ഒന്നുമില്ല, ഒരു 5 നമ്പേഴ്സ് ഉണ്ട്. 3.05, 3.138, 4.05 m, 4.5 mm മീറ്റർ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 3.5 m. ഓക്കെ, m എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ഒക്കെ മീറ്ററിൽ തന്നിട്ടുണ്ട്. അപ്പൊ യൂണിറ്റുകളൊന്നും മാറ്റില്ല. സെന്റിമീറ്ററിൽ തന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ടൊന്നുമില്ല, ഒക്കെ മീറ്ററിൽ തന്നെയാണ്. ഇൻ കേസ് സെന്റിമീറ്ററിലൊക്കെ തരികയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചതാണ്. അപ്പൊ പിന്നെ അത് ആ ഒരു പ്രശ്നമില്ല. ഇൻ കേസ് ഇവിടെ ഒരു സെന്റിമീറ്ററിലൊക്കെ തരാറുണ്ട്. അപ്പൊ സെന്റിമീറ്റർ ആദ്യം കൊടുത്തിട്ടാൽ മതി. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ചിലത് മാറ്റാനും ഉണ്ട്, മാറ്റാനും വരാറുണ്ട്. നോക്കൂ, നിങ്ങൾ
ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ 2 3 ആണ് കാണാനുള്ളത് അല്ലെ, 3 പോയിന്റ് ഇട്ട്. അപ്പൊ ഇതിൽ ഏതോ ഒരെണ്ണം എന്താണ് വലുതും ഒന്ന് ചെറുതുമാണ്. പിന്നുള്ളതൊക്കെ വലുതാ. 4 4 5. ഇവിടെയും 3 ഉണ്ടല്ലോ അല്ലെ, ഒരു 3 ഉണ്ട്. ശരിയാ, 3 3 ആണുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോ 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്, ഇവിടെയും 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്, ഇവിടെയും 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടെ 0 ആണ് ഫസ്റ്റ് വരുന്നത്, ഇവിടെ വരുന്നത് 1 ആണ്, ഇവിടെ വരുന്നത് 5 ആണ്. അപ്പൊ 0 ആണോ 1 ആണോ 5 ആണോ ചെറുത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ 0 ആണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇത് ഫസ്റ്റ് 1. പിന്നെ ഇവിടെ നോക്കുമ്പോ പിന്നെ വരുന്നത് ഏതാണ്, 1 ആണോ 5 ആണോ എന്നാണ് അല്ലെ. 3.1 ആണോ 3.5 ആണോ അങ്ങനെയാണ് നമ്മൾ നോക്കുക കേട്ടോ. അപ്പൊ ഒന്നും ഡൗട്ട് ഇല്ല, ഈ തന്നെയാണ് രണ്ടാമത്തെ ആള്. പിന്നെ വരുന്നത് 3 അല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഉള്ളൂ അത്. അപ്പൊ പിന്നെ നമുക്ക് സംശയമില്ലേ, മൂന്നാമത്തെ ആൾ അതായിരിക്കും. ഇനി നാലാമത്തെ ആളിലേക്ക് നോക്കുമ്പോൾ 4.0 ഉണ്ട്, 4.5 ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4.0 കഴിഞ്ഞിട്ടാണ് പിന്നെ 5 വരുന്നത്. അപ്പൊ ഇവിടെ ഒരു സംശയമില്ല, 0 4.0 എന്നുള്ളതാണ് ഫോർത്ത്. പിന്നെ 5th ക്വസ്റ്റ്യനിലേക്ക് ഇയാളാണ് വരുന്നത്. ഇൻ കേസ് ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം, 3.125 3.126 ഇങ്ങനെയാണ്. ഇതിൽ ഏതാ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും 3 ആണ് അല്ലെ, രണ്ടും 3 ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂസിങ് ആയി. അപ്പൊ പിന്നെ അടുത്ത ആളിലേക്ക് പോവാ. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് 1 ആണ്. അപ്പൊ നോക്കുമ്പോഴും അതും നമുക്ക് പറ്റണില്ല, ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞിട്ട് വരുന്നത് 2 ആണ്, അപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് 5ഉം ഇത് 6 ആണ്. അപ്പൊ ലാർജ് നമ്പർ 3.126, സ്മോൾ നമ്പർ 3.125. ഓക്കെ, മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവര് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവര് തന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നോക്കുമ്പോൾ വിച്ച് നമ്പർ ഈസ് എ ലാർജ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ഏത് നമ്പർ ആണ് ലാർജ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നമ്പർ ആണ് ലാർജ് നമ്പർ എന്ന് നോക്കാം. I have on അല്ല, I have 110 എന്നാണ് കേട്ടോ. 110 എന്നാണ്. I have 110 എന്നാണ്, ഒരു 10 ആണുള്ളത്. ഓക്കെ, അതുപോലെ I have 110 എന്ന് പറയുമ്പോൾ 1 into 10 എന്നാണ്, ശരിയല്ലേ. വൺസ് പ്ലേസില് നോക്കുമ്പോ 1 ആണ് കാണുന്നത്. അപ്പൊ അത് ഒരു 10 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. എത്ര 10കൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ഉള്ളൂ എന്ന് പറയും. ഓക്കെ, ഇനി I have 6,000 തൗസൻഡ്സ് എന്നല്ല, 1000th എന്നാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം 6 ഉണ്ട്, 1000ല് 1ഉം. 6 എത്ര 6കളുണ്ട്, 1000ല് 1 വരുന്ന 6 6കളുണ്ട്. ഓക്കെ, 1000ല് 1 വരുന്ന എത്ര 1/, ഒന്നുമില്ല, 1/1000 എത്ര ഉണ്ട്, 6 എണ്ണം ഉണ്ട്. ഓക്കെ, ഇൻഡു ആണ്. അപ്പൊ 6/1000 അല്ലേ, 6/1000 1000 തന്നെ അല്ലേ എന്ന് ഉറപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 0.0. ഇവിടെ 6 ആദ്യം എടുത്ത് എഴുതുമ്പോൾ ഒരു പ്ലേസേ മാറ്റാനുള്ളൂ, ഇവിടെ 3 പ്ലേസ് മാറ്റണ്ടേ. അപ്പൊ നമ്മൾ 2 0 ഇട്ട് കൊടുക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കണില്ല, അതുകൊണ്ട് തന്നെ നേരെ എടുത്ത് പോയി. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാറ്റി കളയാം. ഇനി വീണ്ടും നോക്കുമ്പോ അടുത്ത ഓപ്ഷനില് I have 5 10th. 10th അല്ല 10th എന്നാണ് പറയുന്നത്. അപ്പൊ 5 into എന്താ വരിക, 10th എന്ന് പറയുമ്പോ 10ല് 1. അങ്ങനെ എത്ര 10ൽ 1കളുണ്ട്, 5 എണ്ണം അല്ലെ. 5 into 1/10 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5 10th എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/10. 5/10 എന്ന് പറഞ്ഞാൽ
0.5 അല്ലെ, 0.5 ആണ്. അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും എഴുതിയതാണ്, നമുക്ക് കിട്ടിയതുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയുന്ന കാര്യമാണ്. എത്ര വൺസ് ഉണ്ട് അവിടെ? 4. 1 into 4 ആണ്. 1 into 4 4 ആണ്. ഇനി എത്ര 8കളാണുള്ളത്? എത്ര 8കളാണുള്ളത്? 100th ആണ്. 100th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ആണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ 8/100 ശരിയല്ലേ? അപ്പൊ അതിന് ആൻസർ എന്താ? 0.08. ഇനി ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്, ഇതൊക്കെ അവന്റെ കയ്യിലുണ്ട്, അങ്ങനെ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും, ശരിയല്ലേ? ആഡ് ചെയ്തത് സാർ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. അപ്പൊ ആദ്യത്തെ നമ്പർ 10 ആയിരുന്നു, 10 ആഡ് ചെയ്തു. പിന്നെ വരുന്നത് 4 ആണ്, 4 ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 0.006 വരുന്നുണ്ട്. പിന്നെ വരുന്നത് ലാസ്റ്റ് നമ്മൾ ചെയ്തത് 0.08 ഉണ്ടായിരുന്നു. പിന്നെ 5/10 വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ, 5/10 ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ 0.5 വരും. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞു പോകുന്നുണ്ട്. തെറ്റിച്ച് വെക്കരുത്. ആദ്യം ഇവിടെ 6 മാത്രമേ ഉള്ളൂ, അപ്പൊ 6 നേരെ എടുത്ത് ചെയ്താൽ ഇവിടെ 8 മാത്രമേ കാണുള്ളൂ. 0 + 8 8 ആണ്. പിന്നെ വരുന്നത് 0.05 ആണ്, അപ്പൊ 5 എഴുതി. പിന്നെ പോയിന്റുകളൊക്കെ നേരെ എഴുതണം എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പോയിന്റുകളൊക്കെ നേരെ വരണം, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ 0 + 4 4 ആണ്, പിന്നെ 1 ആണ്. അപ്പൊ 14.586 ആണ് ആദ്യത്തെ നമ്പർ കിട്ടുക. ഇനി ഇതാണോ അതോ അടുത്ത നമ്പർ കൂടി ഒന്ന് ഫോം ചെയ്യേണ്ടതുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ട് ഡയറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കേണ്ടതില്ല. നോക്കിയേ, ഐ ഹാവ് 300th. അപ്പൊ 100th എന്ന് പറയുമ്പോ എന്താ വരിക? 1/100 ആണ് അല്ലെ. 1/100 എത്ര ഉണ്ട് എന്നാ പറയുന്നത്? 3. ഓക്കെ, അപ്പൊ 3 times 1/100. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താ? 3 into 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പൊ 3/100. 3/100 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഡെസിമൽ ഫോംസിലേക്ക് മാറ്റാനായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്ത് വരും? 0.03. കിട്ടിയോ? കിട്ടി. ഐ ഹാവ് 24 ones. അവരുടെ കയ്യില് 300th മാത്രമൊന്നുമല്ല, എന്തുണ്ട്? 24 കണ്ണുകളുണ്ട് എന്ന് പറയില്ലേ. ഇന്ത്യയില് 24 1 രൂപയുടെ നാണയുണ്ട് പറയില്ലേ നമ്മള് ചെറുപ്പത്തില്, അതേപോലെ അവന്റെ കയ്യിലുള്ളത് അത്. അപ്പോ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയണു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 into 24, 1 times 24 ആണ്. അല്ലെങ്കിൽ 24 times 1 എന്ന് ചെയ്താലും എന്താ കുഴപ്പമൊന്നും ചോദിച്ചു വരണ്ട, അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, 24 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്താ ആൻസർ വന്നത്? രണ്ടും കൂടി പ്ലസ് ചെയ്യേണ്ടതില്ലേ? പ്ലസ് ചെയ്യണം. അപ്പൊ 24.0 എന്ന് എഴുതി. പോയിന്റ് ഉണ്ടായിരുന്നില്ല സാറേ, പിന്നെ എങ്ങനെ പോയിന്റ് വന്നതെന്ന് ചോദിക്കേണ്ട. 24.00 എത്ര 0 ഇട്ടാലും എന്തെന്നെ ആൻസർ 24 തന്നെയാണ് അല്ലെ. അപ്പൊ 24 വന്നു. അപ്പുറത്തെ ആൾക്കിട്ട് പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ ഇയാൾക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 0 എത്ര പോയിന്റ് വേണമെങ്കിലും 0 ഇട്ട് കൊടുത്തു വെച്ചോ, നോ പ്രോബ്ലം. ആൻസർ എന്തെന്നെയാണ്? 24 തന്നെയാണ്, മാറാൻ പോകണമെന്നില്ല. ഓക്കെ, അപ്പൊ 24.0 എന്ന് എഴുതി. ഓക്കെ, പ്ലസ് 0 പോയിന്റുകൾ എന്നൊക്കെ നേരെ എടുത്ത് എഴുതണം. 0.3. അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ 3 എഴുതും, 0 വരും, 4 വരും, 2 വരും. ആൻസർ 24.03 ആണ് കിട്ടുക. ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇനി ഇതിൽ ഏതാണ് ലാർജ് ഏരിയ? നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കിയേ, ഏതാ ലാർജ് ഏരിയ? 24.03 ആണോ 14.586 ആണോ? ഏതാ ഏരിയ? ഒന്ന് കമന്റ് ചെയ്യാലോ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആണ്. 24 ആണോ 14 ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇതിൽ ഏതാ ലാർജ്? കമന്റ് ചെയ്യൂ കേട്ടോ. ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്തോ ഒരു ടാസ്ക് ഉണ്ട്, നോക്കാം. ഫോർ ദി നമ്പർ 1253.9654 which of the following statement are correct? അപ്പൊ ഒരു നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ആ നമ്പർ മാത്രമല്ല കുറച്ച് സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോ ഇവിടെ എത്ര പ്ലേസുകൾ വരെ പോയിട്ടുണ്ട് നോക്കാം. പ്ലേസ് ഒക്കെ കാണാനുണ്ട് അല്ലെ. 10th പ്ലേസിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ 10th പ്ലേസില് ഡിജിറ്റ് ഇൻ ദി 10th, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ
ഏത് ഡിജിറ്റുകളാണ് അല്ലെ, ഓരോ നമ്പേഴ്സ് ഡിജിറ്റുകളായിട്ട് എടുക്കുമ്പോൾ ഏതോ ഒരു ഡിജിറ്റ് 10th പ്ലേസിലുണ്ട്, ആ ഡിജിറ്റ് 9 ആണെന്ന് പറയുന്നു. ശരിയാണോ നോക്കാം. 10th എന്നല്ല കേട്ടോ, 10th എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ 10th എന്നൊക്കെ നോക്കാം. പോയിന്റ് കഴിഞ്ഞ് വരുന്നത് ആദ്യത്തെ ആളാണ് എന്ത്, 10th. പിന്നെ 100th വരും, ശരിയല്ലേ, 100th. പിന്നെ 1000th, പിന്നെ വരുന്നത് 10,000th ആണ്. അങ്ങനെ അങ്ങനെ പോവുക ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോ ആദ്യത്തെ ആളെന്ന് പറയണത് 10th അല്ലേ, ആണല്ലോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഡിജിറ്റ് ഇൻ ദി 1000th എന്ന് പറയുമ്പോ ഇത് 10th ആണ്, ഇത് 100th ആണ്, മൂന്നാമത്തെ ആള് 1000th ആണ്. അപ്പൊ 1000th ആള് 5 ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ 5 കറക്റ്റ് അല്ലേ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സ്പീഡിൽ പോവാത്ത കേട്ടോ, മെല്ലെ പോണത്. അപ്പൊ അത് കഴിഞ്ഞേ. അപ്പോ നമ്മള് പോയിന്റ് കഴിഞ്ഞ് വരുന്നത് എങ്ങനെയാണ് പഠിച്ചത്? 10th, 100th, 1000th, 10,000th. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ 10th, 10th 9 ആണ്, 100th 6 ആണ്, പിന്നെ 1000th 5 ആണ്, 10,000th അതിൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100s എന്ന് പറയുന്നുണ്ട് അല്ലെ. 100ൽ ആരാന്ന് നോക്കാം നമുക്ക് ആദ്യം. അതെങ്ങനെയാ നോക്കുക? പോയിന്റ് ഇത് മുമ്പുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 1253 ആണ്. അപ്പൊ അത് എങ്ങനെയാ വൺസ് ടെൻസ് ആ സാധാരണ രീതിയിൽ തന്നെ നോക്കുക. റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കാറ് അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? വൺസ് 3 ആയിട്ടും ടെൻസ് 5 ആയിട്ടും 100s 2 ആയിട്ടും 1000th 1 ആയിട്ടും വരും. അപ്പൊ 100ന്റെ പ്ലേസിൽ ആര് വരുന്നുണ്ടെന്നാ പറഞ്ഞേ? 2 വരുന്നുണ്ടെന്നല്ലേ. അപ്പൊ 2 ആണ്. അപ്പൊ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ വരിക 1 and 2 and 3 are true. ട്രൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. എക്സ്പാൻഡ് ദി ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് പ്ലേസ് വാല്യൂ എന്നാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് 8.36. അപ്പൊ ഇത് വൺസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ വൺസ് കഴിഞ്ഞിട്ട് വേറെ ആരെയും കാണാനില്ല കേട്ടാ, ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇനി പോയിന്റ് കഴിഞ്ഞ് വരുന്ന റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ ഇത് 10th, ഇതെന്തായിരുന്നു 100th അല്ലെ, 100th. ഓക്കെ, 100th ആണ്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോ വൺസ് മാത്രമാണ് ലെഫ്റ്റ് സൈഡിലെ നമ്പർ ആയിട്ടുള്ളത്. എത്ര വൺസ് ഉണ്ട്? 8 വൺസ് ആണുള്ളത്. കണ്ടോ, 8 വൺസ് ആണുള്ളത്. ഓക്കെ, 8 വൺസ് ഉണ്ട്. അതുപോലെ 3/10 ആണുള്ളത്. പോയിന്റ് കഴിഞ്ഞ് വരുന്നത് 10th ആണ്, നമുക്ക് അറിയാം. പിന്നെ അതുപോലെ 600th ഉണ്ട്. 600th എന്നല്ല, 100th ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കുമ്പോ 8 വൺസ് എന്ന് പറയുമ്പോൾ 8 into 1 ആണ്, 8 തന്നെയാണ് അല്ലെ. 3/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/10 എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 into 1/10 ആണ്. ദാറ്റ് മീൻസ് 0.3. പിന്നെ വരുന്നത് 6 ആണ്. അപ്പൊ 600th ആണ്. അപ്പൊ 6/100 ശരിയല്ലേ. 6 ഒരു 0.06 ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക, നമ്പറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറയാം.
അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നമ്പർ ഏതാ വരിക? അടുത്ത നമ്പേഴ്സ് എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യുക? ഇത് 1s ഉണ്ട്, 10s ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്. അപ്പൊ 4500, 7 10s, 2 1s ആണുള്ളത്. അപ്പൊ അതൊക്കെ അവിടെ എഴുതുക. 4500, 7 10s എന്ന് പറഞ്ഞാൽ 70, പിന്നെ 2. ഇനി 10കളുണ്ട്. 10th എത്രയാണ്? 3 ആണുള്ളത്. അപ്പൊ 3 ആണ് ഒഴുകുക? അല്ല, ഒരു പ്ലേസ് മാറ്റുക. 10th എന്ന് പറഞ്ഞപ്പോ ഒരു പ്ലേസ് മാറ്റണം. ഇനി 100 എന്ന് പറയുമ്പോ 2 പ്ലേസ് മാറ്റണം. അങ്ങനെ പഠിച്ചാൽ മതി. 1000 എന്ന് പറയുമ്പോ 3 പ്ലേസ് മാറ്റിയിട്ട് ഡോട്ട് ഇടുക. ഇനി 10,000 എന്ന് പറയുമ്പോൾ 4 പ്ലേസ് മാറ്റിയിട്ട് എന്തിട്ട് വരും? ഡെസിമൽ പോയിന്റ്സ് വരും. അങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത്, നമ്പറിനെ എക്സ്പാൻഡ് ചെയ്ത് പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, എക്സ്പാൻഡ് ദി ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് പ്ലേസ് വാല്യൂ എന്ന ടേംസ് പഠിച്ചു വെക്കുക. ഈ രീതിയിൽ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. വാല്യൂ ആണ് വേണ്ടത്, പ്ലേസ് അല്ല. പ്ലേസ് ആണ് മുകളിൽ എഴുതി വെച്ചേക്കുന്നത്, പ്ലേസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തത്. അപ്പൊ ഈ രണ്ട് രീതിയിൽ വന്നാലും ചോദിക്കും. ഇപ്പൊ ഇങ്ങനെ വാല്യൂ ഇല്ലാതെ പ്ലേസ് വെച്ചാലും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ എഴുതി വെക്കണം. പ്ലേസ് വാല്യൂ ആവുമ്പോൾ മുകളിൽ എടുത്തത് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെയും എഴുതണം, വാല്യൂ തന്നെ എഴുതണം. അപ്പൊ ഞാൻ പ്ലേസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് തന്നിട്ടാണ് എന്നിട്ടാണ് എന്ത് ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തത്. പ്ലേസ് വാല്യൂ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തത്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 1s 10s അല്ലെ, 1ൽ 5 ഉണ്ട്, 10th-ലെ 4 ഉണ്ട്. അപ്പൊ 40 + 5 ശരിയല്ലേ? ഇനി 10th 100th ആണ്. അപ്പൊ 10th വരുമ്പോ ഒരു പ്ലേസ് മാറ്റിയിട്ട് പോയിട്ട് വരും. 100 ആവുമ്പോ 2 പ്ലേസ്, 2 പൂജ്യം അല്ലേ ഉള്ളത്. 100-ന് എത്ര പ്ലേസ് പൂജ്യം ഉണ്ട്? 2. അപ്പൊ ബൈ 100 വരണം. അപ്പൊ 2 പ്ലേസ് മാറ്റണം. അത്രേ ഉള്ളൂ. യു ഗോട്ട് ഇറ്റ്, ദ ഐഡിയ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിൾ ആണ് വരുന്നത്. ഈ ടേബിളും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ടേബിളിലും ഇതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ ടേബിളിൽ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഇതൊക്കെ ഫില്ല് ആവാതെ കിടക്കുന്ന വെറും ലൈൻ, ജസ്റ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. കണ്ടോ, ഫിൽ ഇൻ ദി ബ്ലാങ്ക് തന്നെയാണ് ചോദിച്ചേക്കണേ. ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ ചെയ്യാ? ഒരു ബ്ലാങ്ക് മാത്രം വരുമ്പോ എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളത് അറിയാൻ നമുക്കറിയാം. 1s 10s 100 1000 പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്, എക്സ്പാൻഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നിസ്സാരം. അപ്പൊ ഇത് 1s. അപ്പൊ ആദ്യം നോക്കുമ്പോ പോയിന്റ് എഴുതുക. പോയിന്റിന്റെ ഇപ്പുറം വരുന്നത് 1s 10s 100 1000 ശരിയല്ലേ? ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 10th അല്ലെ, TH എന്ന് എഴുതിയിട്ട് 100th വലിയ T എഴുതിയിട്ട് TH എഴുതിയിട്ട് 1000th TH ഇട്ടിട്ട് വീണ്ടും ഒരു TH ഇട്ടിട്ടുണ്ട്. 1000th എന്നാണ് ഉദ്ദേശിച്ചത്. 10,000th അപ്പൊ TH എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് അറിയാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് വരുമ്പോ 1s 10s 100 1000 ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കുന്നത് ഡെസിമലിൽ പഠിക്കാനുള്ളത് ഇതാണ്. എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കും നമുക്ക് എന്ത് വരും? നമ്പേഴ്സ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോ 10th 100th 1000th 10,000th ആ രീതിയിൽ ചെയ്യണം. അപ്പൊ ഇത് ഫില്ല് ചെയ്യാനല്ലേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് എഴുതുക. ഇവിടെ നമുക്ക് നോക്കുമ്പോ 1s 10s 100 1000 പ്ലേസിൽ 1 എടുക്കുന്നുണ്ട്, 100 പ്ലേസിൽ 2 ആണ്, പിന്നെ 10ന്റെ പ്ലേസിൽ 5 ആണ്, 1s പ്ലേസിൽ 3 ആണ്. പിന്നെ നോക്കുമ്പോൾ 10th പ്ലേസിൽ 9 അല്ലേ, 9 എഴുതാം. 100ന്റെ പ്ലേസിൽ 6 ആണ്, പിന്നെ 5 ഉണ്ട്, അത് 1000 പ്ലേസിലാണ്, പിന്നെ 10,000 പ്ലേസിൽ 84 ആണ് അല്ലെ, 84. പിന്നെ 10,000 കഴിഞ്ഞിട്ട് പിന്നെ കാര്യം കാണിക്കുന്നില്ല. സോ ആ 84 ഡയറക്റ്റ് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, വേറെ ആരെയും നമുക്ക് പ്ലേസ് ഒന്നും വേണ്ടതില്ല. അപ്പൊ 84 അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ ഓക്കെ, നോ പ്രോബ്ലം. ദെൻ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോ എന്താ വരിക? 2186 അല്ല 83.25 ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത്. അങ്ങനെ വരുമ്പോ ഇവിടെ പ്ലേസ് നോക്കുമ്പോൾ 1s 10s 100 1000 വരെയുള്ള പ്ലേസ് ആണ്. ലെഫ്റ്റ്
ലെഫ്റ്റേക്ക് നോക്കുമ്പോൾ കാണാനുള്ളത് അല്ലെ. റൈറ്റിക്ക് നോക്കുമ്പോൾ 25. അപ്പോൾ 10th 100th അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി 1000 പ്ലേസിൽ 2 വരുന്നുണ്ട്, 100 പ്ലേസിൽ 1, 10 പ്ലേസിൽ 8, 1 പ്ലേസിൽ 3 ആണ്, 10th പ്ലേസിൽ 2 ആണ്, 100 പ്ലേസിൽ 5 ആണ്. 10th പ്ലേസിൽ 2 അല്ലേ. then move to another question. ഇവിടെ നോക്കുമ്പോൾ 1000 പ്ലേസിൽ നോക്കിയേ 1 ഉണ്ട്, നമ്പർ കാണാനില്ല കേട്ടോ, നമ്പറും എഴുതാനായിട്ടും ചോദിക്കാറുണ്ട്. ഇനി 100 പ്ലേസിൽ 4 അല്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, 10th പ്ലേസിൽ 1000 പ്ലേസിൽ എത്രയാ 1, അപ്പൊ അതെങ്ങനെ എഴുതാ 1. 100 പ്ലേസിൽ എത്രയാ 4, അപ്പൊ 4, 100 അവിടെ 4 കൊടുക്കാം. ഇനി 10 അവിടെ 3, അപ്പൊ 3 കൊടുക്കുക, 10 അവിടെ 3 കൊടുക്കുക. ഇനി 1 അവിടെ 0 ആണ്, അപ്പൊ 0 കൊടുത്തോളൂ. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് കാണാനായിട്ട് അപ്പൊ പോയിന്റ് വേണ്ടി വരും, പോയിന്റ്. അങ്ങനെ കഴിഞ്ഞിട്ട് എന്താണ് 1/10 ആണ് അല്ലെ. 1/10 എന്ന് പറയുമ്പോ 10th ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ് അവിടെ വരുന്ന നമ്പർ. പിന്നെ വരുന്നത് 8 ഉണ്ട് അല്ലെ, അപ്പൊ 8 ആണ്, കാരണം അത് 100th അല്ലേ എന്ന് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോ അവര് ആ രീതിയിലും ചോദിക്കും, 10th കാണും പിന്നെ 1000th കാണിക്കുക, അങ്ങനെ നമ്മളതിനെ പറ്റിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ആ ഐഡിയ വന്നിട്ടുണ്ടോ എന്ന് അറിയാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ നമ്മളത് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതല്ല. ഓക്കെ. പിന്നെ അതുപോലെ 100th പ്ലേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 1000 പ്ലേസിൽ 6 ഉണ്ട്, പിന്നെ 10,000 അവിടെ 0, അപ്പൊ അവിടെ ആൻസർ വരിക 1430.5860. ഓക്കെ. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിരുന്നു, 3rd ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതായിരുന്നു. 3rd ക്വസ്റ്റ്യനിലെ ഏതാണ് ലാർജ് നമ്പർ എന്നുള്ളത് അല്ലെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ ബൈ.